ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഒരു പലഹാരമാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അതിന് ആദ്യം പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് 2 സവാള വാട്ടിയെടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പിടുക. ഇത് നമ്മൾ ഫില്ലിങ്ങിന് വേണ്ടി റെഡിയാക്കുന്നതാണ്. ഉപ്പിട്ടതിന് ശേഷം നമുക്ക് മസാല ചേർക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി. ഇത് നമുക്ക് ഉള്ളിലോട്ട് ചേർക്കാം. നന്നായി വഴറ്റാം. നന്നായി വഴറ്റിയതിന് ശേഷം ഇനി നമുക്ക് മാവ് റെഡിയാക്കാം. അതിന് 1 കപ്പ് ഗോതമ്പ് പൊടി, വെള്ളം, ഉപ്പ് ഇത് ഉപയോഗിച്ച് നമുക്ക് മാവ് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്ത മാവാണിത്. ഇത് നമുക്ക് ഇനി 4 ബോൾസ് ആക്കാം. ഇനി നമുക്കിത് പരത്തിയെടുക്കാം ഓരോന്നും. പരത്തിയതിന് ശേഷം നമുക്ക് അതിൻ്റെ മേലെ ഫില്ലിങ് വെച്ച് ഇത് ഒരു ത്രികോണം ഷേപ്പിലാക്കിയെടുക്കാം. ഇങ്ങനെ നമുക്ക് 4 എണ്ണം ചെയ്തെടുക്കാം. ഇതിന് ശേഷം നമുക്ക് ഇനി എണ്ണയിൽ പൊരിച്ചെടുക്കാം. എണ്ണ ചൂടായ ശേഷം നമുക്ക് ഓരോന്നായി അതിലേക്ക് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും വെന്തതിന് ശേഷം നമുക്ക് അത് കോരിയെടുക്കാം. ഇങ്ങനെ 4 എണ്ണം ചുട്ടെടുക്കാം. നമ്മുടെ പലഹാരം റെഡിയായി.